Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് 3 ലക്ഷത്തോളം കുട്ടികൾ. കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തിയത് ഏറെ ആവേശത്തോടെ. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ടി മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടൗണിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. വില്ലേജ് ഓഫീസ് പയ്യന്നൂർ അമ്പലം റോഡിലെ EV ഗീതാ മോഹന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 4.5 പവനോളം സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും മോഷണം പോയി. പിലാത്തറ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് M. വിജൻ MLAയുടെ നേതൃത്വത്തിൽ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരും നിർമ്മാണ കരാറുകാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ തീരുമാനം. രാമന്തളി മാലിന്യവിരുദ്ധ സമര പോരാളികൾ ഒത്തുചേർന്നു. അക്കാദമിയിലെ പ്രധാന കവാടമായ പയ്യന്നൂർ ഗേറ്റിനു മുന്നിലെ സമരഭൂമിയിൽ സമരപോരാളികൾ ഒത്തുചേർന്ന് സമരാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വിജയം ആഘോഷിക്കുകയും ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. ഇത്തവണ 3 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തിയത്. മഴ നേരത്തെ എത്തിയ ഈ വർഷം പ്രവേശനോത്സവത്തിന് മഴ ഭീഷണിയുണ്ടായില്ല. കുരുന്നുകൾ എല്ലാം തന്നെ ഏറെ ആവേശത്തോടെയാണ് സ്കൂളുകളിലേക്ക് എത്തിയത്. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി. ബാൻഡ് മേളങ്ങളും മുത്തുകുടകളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയും ഒക്കെയായി ഓരോ സ്കൂളുകളും പ്രവേശനോത്സവം മികവുറ്റതാക്കി. പുതുതായി സ്കൂളിലേക്ക് എത്തിയ കൗതുകമായിരുന്നു ഓരോ കുഞ്ഞുമുഖങ്ങളിലും കാണാൻ കഴിഞ്ഞത്. കൊട്ടാരക്കര താമരക്കുടി ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എഴുതി പ്രമുഖ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക, സിലബസിന് പുറമേയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക, സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുക തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയായിരിക്കും തുടക്കം. 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവയെല്ലാം എല്ലാ സ്കൂളുകളും പൂർത്തീകരിച്ചിരുന്നു. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യം നൽകുക. പ്രവേശനോത്സവങ്ങൾ നാടിന്റെ ആകെ ഉത്സവങ്ങളാക്കി മാറ്റുകയായിരുന്നു ഓരോ സ്കൂളും ചെയ്തത്. മഴ ഇത്തവണ നേരത്തെ ആയതുകൊണ്ട് തന്നെ മഴ ഭീഷണിയോ ഒന്നും ഇത്തവണ പ്രവേശനോത്സവത്തെ ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച കാലം പാഠ്യപദ്ധതിക്ക് അപ്പുറത്തേക്ക് മയക്കുമരുന്നിനും മറ്റുമായുള്ള ബോധവൽക്കരണങ്ങളും നിയമപരമായ കാര്യങ്ങളും ഒക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക. ഒട്ടേറെ പുതുമ ഇത്തവണ മുതൽ പാഠ്യപദ്ധതിയിൽ വരുത്തുവാനും തീരുമാനമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം GLP സ്കൂൾ വെള്ളൂരിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ടി മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഒന്നിച്ച് ഒന്നായി ഒന്നാവാം സബ് ജില്ലാതല പ്രവേശനോത്സവം വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. നഗരസഭാ അധ്യക്ഷ KV ലളിത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ MLA ടി മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളുകളിലെ പ്രധാന അധ്യാപകര് SMC PTA ഭാരവാഹികളെല്ലാം ഈ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അത് കാണണം. അപ്പോൾ ഗംഭീരമായ രീതിയിൽ തന്നെ നമുക്ക് സ്കൂളിനെ മാറ്റിയെടുക്കാൻ കഴിയും. നല്ല നിരക്കാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഏത് കാര്യവും ചടങ്ങിൽ വെച്ച് SMC അംഗവും യുവശില്പിയുമായ നിഷാദ് നിലാവ് തയ്യാറാക്കിയ അബ്ദുൽ കലാം പ്രതിമ അനാച്ഛാദനം MLA നിർവഹിച്ചു. തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ ചുവടുവച്ചു. ഹെഡ്മാസ്റ്റർ E സതീശൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീര ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ, കൗൺസിലർ ദാക്ഷായണി, VV സജിത, E ഭാസ്കരൻ, E കരുണാകരൻ, KP സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ടൗണിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. വില്ലേജ് ഓഫീസ് പയ്യന്നൂർ അമ്പലം റോഡിലെ EV ഗീതാ മോഹന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 4.5 പവനോളം സ്വർണ്ണാഭരണവും 35,000 രൂപയും മോഷണം പോയി. ഗീതയുടെ കാസർഗോഡ് ജോലി ചെയ്യുന്ന മകൻ ഞായറാഴ്ച രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. ഗീതയും മക്കളും വീട് പൂട്ടി ഒരാഴ്ച മുൻപ് ബാംഗ്ലൂരിൽ പോയിരിക്കുകയായിരുന്നു. വീടിനകത്ത് ഷെൽഫിലെ വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. 4.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും മോഷണം പോയി. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്തുകയറിയത്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് M വിജിൻ MLAയുടെ നേതൃത്വത്തിൽ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരും നിർമ്മാണ കരാറുകാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് തീരുമാനമായി. പിലാത്തറ പയ്യന്നൂർ സർവീസ് റോഡിൽ പിലാത്തറ UP സ്കൂളിന് സമീപം വെള്ളക്കെട്ടുണ്ടായതിനാൽ സർവീസ് റോഡ് അടച്ചിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ പ്രയാസമുണ്ടാക്കും. ഇവിടെയുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഡ്രൈനേജ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 മീറ്റർ റോഡ് ഉയർത്തിയിട്ടുണ്ട്. മഴയില്ലെങ്കിൽ തിങ്കളാഴ്ചയോടെ ടാറിംഗ് പൂർത്തീകരിച്ചതിനു ശേഷം സർവീസ് റോഡ് പൂർണ്ണമായും തുറന്നുകൊടുക്കാനും തീരുമാനിച്ചു. പിലാത്തറ പഴയങ്ങാടി റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് വരുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവീസ് റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കാനും തീരുമാനിച്ചു. അതോടൊപ്പം 7 എടാട്ട് ഭാഗത്തെ പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് തീരുമാനിച്ചതായും M വിജിൻ MLA അറിയിച്ചു. പിലാത്രയിലെ ജനങ്ങളുടെ മറ്റ് ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനിച്ചതായി MLA പറഞ്ഞു. MLAയോടൊപ്പം K പത്മനാഭൻ, KC തമ്പാൻ മാസ്റ്റർ, മേഘ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർമാരായ സുനിൽകുമാർ K, കിരൺ M, ശശിധരൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി മാലിന്യവിരുദ്ധ സമര പോരാളികൾ ഒത്തുചേർന്നു. നേവൽ അക്കാദമിയിലെ പ്രധാന കവാടമായ പയ്യന്നൂർ ഗേറ്റിനു മുന്നിലെ സമരഭൂമിയിലാണ് സമര പോരാളികൾ ഒത്തുചേർന്ന് സമരാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സമരവിജയം ആഘോഷിക്കുകയും ചെയ്തത്. ആ സമരത്തിന്റെ ഊർജവും ആവേശവും നിലകൊള്ളുന്നുണ്ട് എന്നാണ് ഈ കാഴ്ച സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അത് പൊരുതിയാൽ അതിൻ്റെ വിജയം കണ്ടെത്തുന്നത് വരെ നമ്മൾ പൊരുതും എന്ന് നമുക്കൊരു ദൃഢനിശ്ചയം നമുക്കുണ്ട് എന്നല്ല. ആ സമരത്തിന് നമ്മുടെ പഞ്ചായത്ത് പോലും മുഖം തിരിച്ചു നിന്ന അവസരത്തിലാണ് നമ്മൾ ഓരോരുത്തരും, ഏറെ പറയാൻ നമ്മുടെ അമ്മമാർ, എല്ലാത്തിനും നമുക്ക് ആവേശമാണ്. നമ്മുടെ സഹോദരന്മാർക്ക് ശക്തി ഊർജവും നൽകി കൊടുത്തത് അവരാണ്. എന്തിനും അവർ ഇതുപോലെ കൈവിടർത്തിക്കൊണ്ടാണ് പോലീസുകാരുടെ മുമ്പിൽ നമ്മളെ മക്കളെ തൊട്ടാൽ വിവരമറിയും നിലയിലാവുന്നവരുണ്ടായിരുന്നത്. പിറന്ന നാട്ടിൽ ശുദ്ധജലം കുടിച്ച് ജീവിക്കാൻ രാമന്തളി പ്രദേശത്തുകാർ തെരുവിലിറങ്ങി സമരം ചെയ്തതിന്റെ 8ാം വർഷം സമരത്തിന്റെ പൂർണ്ണ വിജയം ആഘോഷിക്കുവാൻ സമരപോരാളികൾ വീണ്ടും ഒത്തുചേർന്നു. 90 ദിവസം വിവിധ തരത്തിലുള്ള സമര പോരാട്ടങ്ങൾ നടന്ന നാവിക അക്കാദമിയിലെ പ്രധാന കവാടമായ പയ്യന്നൂർ ഗേറ്റിന് മുന്നിലെ സമരഭൂമിയിലാണ്
സമരപോരാളികൾ ഒത്തുചേർന്ന് സമരാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സമരവിജയം ആഘോഷിക്കുകയും ചെയ്തത്. ഏഴിമല നാവിക അക്കാദമി മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി രാമന്തളിയിലെ കിണറുകൾ ഉപയോഗശൂന്യമായതിനെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മയായ ജനാരോഗ്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഏഴിമല മാലിന്യവിരുദ്ധ സമരം നടത്തിയത്. സമരത്തിന്റെ പ്രധാന ആവശ്യമായ മാലിന്യ പ്ലാന്റ് വികേന്ദ്രീകരണം നേവൽ അധികൃതർ നടപ്പാക്കുകയും സമരസമിതി പ്രവർത്തകർക്ക് മേൽ ഉണ്ടായിരുന്ന 15ഓളം കേസുകൾ കോടതി തള്ളുകയും ചെയ്തതോടെയാണ് സമരസമിതി പ്രവർത്തകർ സമരവിജയം ആഘോഷിച്ചത്. സമരസമിതി ചെയർമാൻ ആർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ.പി. രാജേന്ദ്രകുമാർ, പി.പി. നാരായണി, ചന്ദ്രൻ കൊടക്കൽ, സുനിൽ രാമന്തളി, എ. ലീലാമണി, പി.കെ. നാരായണൻ, കെ.പി. സുരേശൻ, വിനോദ് കുമാർ രാമന്തളി, കെ.പി. ഹരീഷ് കുമാർ, കെ.എം. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിലെ മേൽപ്പാലത്തോട് ചേർന്നുള്ള റോഡിൽ ബലക്ഷയമെന്നും ടാറിംഗ് ഇളകിയെന്നും നാട്ടുകാരുടെ പരാതി. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ പിലിക്കോട് പുതിയ ടാറിംഗിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. പിലിക്കോട് തോട്ടൻ ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ നിന്നും പടുവളം ഭാഗത്തേക്കുള്ള 150 മീറ്റർ നീളത്തിലാണ് ടാറിംഗ് ലെയറിൽ ഇന്നലെ രാത്രി നേരിയ വിള്ളൽ കണ്ടത്. ടാറിംഗിലെ അപാകത ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നാട്ടുകാർ പുലർച്ചെ ചിത്രങ്ങളിട്ടതോടെ ദേശീയപാത കരാർ കമ്പനിയുടെ ജീവനക്കാരെത്തി ടാറൊഴിച്ചും കോൺക്രീറ്റ് മിക്സിട്ടും വിള്ളലടക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. തോട്ടം ജംഗ്ഷൻ മുതൽ പടുവളം ഭാഗത്തേക്കും മട്ടലായി ഭാഗത്തേക്കും 1 കിലോമീറ്ററോളം നീളത്തിലാണ് മേൽപ്പാലവും അനുബന്ധ റോഡും നിർമ്മിച്ചിട്ടുള്ളത്. നാട്ടുകാർ ദേശീയപാത വിഭാഗത്തിലും ജില്ലാ ഭരണകൂടത്തിലും കരാർ കമ്പനി അധികൃതരെയും പരാതി അറിയിച്ചിട്ടുണ്ട്. തോട്ടം ജംഗ്ഷൻ മുതൽ മേൽപ്പാലവും അനുബന്ധ റോഡുകളും 10 മീറ്ററോളം ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇളനീർ സംഘം പടിയിലേക്ക്. മുന്നോടിയായി നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് കഞ്ഞിയും കറിയും വിതരണം നടന്നു. ചെറുകുന്ന് അമ്പലപ്പുറത്ത് വിറകൻ തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലാണ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇളനീർ കഞ്ഞി 1000ഓളം പേർക്ക് നൽകിയത്. വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പിന് ഇളനീർ സംഘങ്ങൾ യാത്ര തിരിക്കുന്നതിനു മുന്നോടിയായി നാട്ടിൻപുറങ്ങളിലെ തറവാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ചടങ്ങാണ് ഇളനീർ കഞ്ഞി വെപ്പ്. നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. 1000ഓളം പേർക്കുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുക. പ്രത്യേകം തയ്യാറാക്കിയ ചക്കപ്പുഴുക്കും മാങ്ങയും വെള്ളരിക്കയും കൊണ്ടുണ്ടാക്കിയ മാങ്ങാപ്പെരക്കും പപ്പടവും ഉപ്പും ചേർത്താണ് കഞ്ഞി കഴിക്കേണ്ടത്. കുരുമുളകും കടുക് ചതച്ചരച്ചതുമെല്ലാം ചേർത്ത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് രുചിയും പോഷകസമൃദ്ധിയുമുണ്ട്. വർഷങ്ങളായി ഇളനീര് കഞ്ഞിവെപ്പ് ചടങ്ങ് ചെറുകുന്ന അമ്പലപ്പുറത്തുകാർ തുടർന്നു കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് എടുക്കുന്നതാണ് ഇപ്പം കൂട്ടായ്മയിലൂടെ. അത് ഓരോ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടില് കട്ട് ചെയ്യാനുള്ള കത്തി ഇല്ലെങ്കിൽ അവർ തന്നെ കത്തിയെല്ലാം കൊണ്ടുവന്നിട്ട് സഹകരിക്കാറുണ്ട്. കഞ്ഞി സാധാരണ ഇളനീക്കാരൻ നോമ്പെടുത്ത് അവർ ഇത് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ആദ്യം ആ ഇതിൽ കൊണ്ടിടും. 2 കൈ കൊണ്ടും 1 പിടി അരി കൊണ്ടിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അളന്നിട്ട് 20 സേർ അരി അളന്നിട്ട് കഞ്ഞി. ചക്കയും മാങ്ങയും അരിയും എല്ലാം ശേഖരിച്ച് ഒരു വീട്ടിൽ പാചകം ചെയ്താണ് എല്ലാവർക്കും നൽകുക. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം ചേർന്നാണ് കഞ്ഞി ഒരുക്കുന്നത്. ഇളനീർ കഞ്ഞിവെപ്പ് ചടങ്ങിന് ശേഷം ഇളനീർ പടിയിലേക്ക് സംഘം യാത്ര തിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിക്കാവ് തിരുനടയിൽ തായമ്പകയിൽ മേളപ്പൊരുക്കം തീർത്ത് വിദ്യാർത്ഥികൾ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും 2024-25 വർഷം തായമ്പകയിൽ വിജിൻ കാന്ത് വയലപ്ര പരിശീലനം നൽകി കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ കീഴിൽ കഴിഞ്ഞ 2 വർഷമായി പരിശീലനം പൂർത്തിയാക്കിയ 15ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 30ഓളം കലാകാരന്മാർ അണിനിരുന്ന തായമ്പക ഏറെ ശ്രദ്ധേയമായി.
മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരത്തിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാടായിക്കാവ് മാനേജർ എൻ നാരായണ പിടാരർ, ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി KVN ബൈജു, സന്തോഷ് മുള്ളിക്കോട്, തായമ്പക പരിശീലകൻ വിജിൻകാന്ത് വയലപ്ര, വിജയ MV, ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, സംഘാടക സമിതി അംഗം കൃഷ്ണൻ KV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് പൊതുവിദ്യാലയത്തിൽ ആവേശനിറവിൽ പ്രവേശനോത്സവം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്നു. ആദ്യമായി വിദ്യാലയ അന്തരീക്ഷത്തിലെത്തിയ 130 ഒന്നാം ക്ലാസ്സുകാരെ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. വാട്ടർ ബോട്ടിലും വർണ്ണത്തൊപ്പികളും കളർ പെൻസിലും സ്കൂൾ അധികൃതർ കുരുന്നുകൾക്ക് സമ്മാനിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ കോർണറിൽ വിമാനാകൃതിയിലുള്ള ഫോട്ടോ പോയിന്റിൽ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരിക്കുകയും ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം E ശശിധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, CRC കോർഡിനേറ്റർ C സനൂപ്, സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, മദർ PTA പ്രസിഡന്റ് N സുൽഫാനത്ത് എന്നിവർ സംസാരിച്ചു. സുബൈർ കുരിക്കൾ സമ്മാനദാനം നിർവഹിച്ചു. കുട്ടികൾക്ക് സ്വരമാധുരി പകർന്ന് പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാട് പുല്ലാങ്കുഴലിൽ നാദധാര തീർത്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ LSS, USS, അറബിക്, ഉറുദു, സംസ്കൃതം പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അവധിക്കാലത്ത് അധ്യാപക പരിശീലകരായി പ്രവർത്തിച്ച സ്കൂളിലെ അധ്യാപകരെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 1-ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകൾക്ക് ചെറുതാഴം ബാങ്ക്, കുടയും കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ബാഗും ഉൾപ്പെടെ വിവിധ സംഘടനകളും കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KV ബിന്ദു, ഡോക്ടർ N രാജേഷ്, ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, അഡ്വക്കേറ്റ് K പ്രമോദ്, വിനോദ് മാസ്റ്റർ, MV സൗമ്യ, M സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി പ്രതീക്ഷ ബഡ് സ്കൂളിലെ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാമന്തളി സഹകരണ ബാങ്ക് സ്നേഹോപഹാരവും നൽകി. രാമന്തളി പ്രതീക്ഷ ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ അധ്യക്ഷത വഹിച്ചു. KP ദിനേശൻ, ബിന്ദു നീലകണ്ഠൻ, A വത്സല, സജിത PK, KP ബാലകൃഷ്ണൻ, PV ഉണ്ണികൃഷ്ണൻ, CR നമ്പ്യാർ, സുഗുണൻ P, സ്കൂൾ പ്രിൻസിപ്പൽ സിമി PV, CDS ചെയർപേഴ്സൺ PV ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാമന്തളി സഹകരണ ബാങ്ക് സ്നേഹോപഹാരമായി ബാഗ് നൽകി. വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, സഹായ സമിതി അംഗങ്ങൾ, സംഘടനകൾ, PHSC അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നോട്ട് ബുക്കുകൾ സർഗ രാമന്തളിയുടെ പ്രവർത്തകർ ചടങ്ങിൽ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കുണിയൻ PBK LP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കുണിയൻ PBK LP സ്കൂളിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. ഇപ്പൊ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ രചനയ്ക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ആദ്യം തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ആഹ്ലാദത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിജ്ഞാനത്തിന്റെയും ഒരു പുതുവർഷമാണ്, ഒരു പ്രവേശനോത്സവമാണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A ഷീജ അധ്യക്ഷയായി. പ്രഭാവതി E, പ്രഥമാധ്യാപകൻ ശ്രീനാഥ് E, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, രവി മാസ്റ്റർ കല്ലത്ത്, വിദ്യ K, രമേശൻ മാസ്റ്റർ, സൈനുദ്ദീൻ മാസ്റ്റർ, രജിന PP, മഞ്ജു TV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം കണ്ണപുരം ചുണ്ട ബഡ് സ്കൂളിൽ M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ മുഖ്യാതിഥിയായി.
ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ജില്ലാ കലക്ടറെയും MLAയും സ്വീകരിച്ചത്. ചടങ്ങ് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ബഡ്സ് സ്കൂളുകളിലും മികച്ച പഠന സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് എം വിജിൻ MLA പറഞ്ഞു. കാരണം അതെല്ലാം വളരെ ശ്രദ്ധേയമാണ് നടത്തേണ്ട ഒന്നാണ്. അങ്ങനെ നല്ല പരിശീലനം ലഭിച്ചിട്ടാണ് ബാൻഡ് മേള ഉൾപ്പെടെയുള്ള ഒരു ട്രൂപ്പ് നമുക്ക് ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ ടീച്ചർമാർ അവരെല്ലാം നല്ല ആത്മാർത്ഥമാണ്. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ മുഖ്യാതിഥിയായി. CK സുമേഷ് സ്പോൺസർ ചെയ്ത വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂൾ ബാഗുകൾ കലക്ടർ വിതരണം ചെയ്തു. ബഡ്സ് സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K. രതി അധ്യക്ഷയായി. M. ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, V. വിനീത, AV പ്രഭാകരൻ, P. വിദ്യ, OV വിജയൻ, TK ദിവാകരൻ, പ്രിൻസിപ്പൽ നീതു, CK സുമേഷ്, V. സുനില, KV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സമ്മാനങ്ങൾ നൽകി അധ്യാപകരും PTA അംഗങ്ങളും സ്വീകരിച്ചു. ഇത്തവണ ചെറുകുന്ന് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് സെന്റ് മേരീസ് LP സ്കൂളിലാണ്. 60 കുട്ടികൾ ഒന്നാം തരത്തിൽ പുതുതായി എത്തി. പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ ഉദ്ഘാടനം ചെയ്തു. T. പ്രീത അധ്യക്ഷയായി. നയന, CH പ്രദീപ് കുമാർ, ക്രിസ്റ്റീന ജോൺസൺ, രമേശ് നാവൂരി, അശ്വിനി M, ഷാരോൺ ജോസ്, പുരുഷോത്തമൻ, ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൂക്കാനം ക്ഷേമാലയം ബഡ് സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കൂക്കാനം ക്ഷേമാലയം ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇത്തവണ കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ PV സുനിത അധ്യക്ഷയായി. C. ബാലകൃഷ്ണൻ, P. ശ്യാമള, A. ഷീജ, C. പ്രിയ, ദീപിക A, നിഷ P, സെയ്ത PP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവവും കാരയാട് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം ഉദ്ഘാടനവും നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവവും ഓഡിറ്റോറിയം ഉദ്ഘാടനവും കാരയാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. N. കാർത്യായനി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T. ഷിബു കരുൺ, കാരയാട് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഉബൈരത്ത, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP പ്രകാശൻ, PTA പ്രസിഡന്റ് PV അനിൽകുമാർ, K. ഭാസ്കരൻ, KK ആലിക്കുഞ്ഞി, ഷഫീന ഹക്കീം, ജ്യോതി EP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് പ്രവേശനോത്സവം ആഘോഷമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് പഠനോപകരണ വിതരണം നടന്നു. വാർഡ് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, CDS ചെയർപേഴ്സൺ E. വസന്ത, അസിസ്റ്റന്റ് സെക്രട്ടറി MV സുമേഷ്, PTA പ്രസിഡന്റ് കുഞ്ഞിരാമൻ, ബഡ്സ് സ്കൂൾ ടീച്ചർ NJ ജ്യോതി എന്നിവർ സംസാരിച്ചു. ബഡ്സ് കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. താവത്ത് ദേവിവിലാസം LP സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത K. ഉദ്ഘാടനം ചെയ്തു. താവം ദേവിവിലാസം LP സ്കൂൾ പ്രവേശനോത്സവം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത K. ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ചെറുകുന്ന് സർവീസ് ബാങ്ക് ഡയറക്ടർ രാജലക്ഷ്മി NV കുടയും വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക യമുന K. സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സുഷിൽ V. അധ്യക്ഷത വഹിച്ചു. M. നാരായണൻ മാസ്റ്റർ, ജയചന്ദ്രൻ PV, സന്ദീപ്, രാജലക്ഷ്മി NV, ഷീന KV, സ്റ്റാഫ് സെക്രട്ടറി ഗീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ LP സ്കൂളിൽ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ LP സ്കൂൾ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് N. അബ്ദുൽ സമീർ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ PM വത്സല, പ്രധാനാധ്യാപിക സ്മിത ടീച്ചർ, സംരക്ഷണ സമിതി കൺവീനർ അബ്ദുൽ ഗഫൂർ, ചെയർമാൻ PV ചന്ദ്രൻ, സുമ ടീച്ചർ, മദർ PTA പ്രസിഡന്റ് ഷിബില, താഹിര ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കോറോം സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2025-26 വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. പ്ലേ സ്കൂളിന്റെയും പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം വാർഡ് കൗൺസിലർ എൻ സുധ നിർവഹിച്ചു. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തിച്ചേർന്ന കുരുന്നുകൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി പൂച്ചെടികൾ നൽകി സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചു. സ്കൂളിൽ പുതിയതായി ആരംഭിച്ച പ്ലേ സ്കൂളിന്റെയും പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം വാർഡ് കൗൺസിലർ എൻ സുധ നിർവഹിച്ചു. PTA പ്രസിഡന്റ് CK സന്തോഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാഗാലയം കലാക്ഷേത്രയിലെ കുട്ടികൾ ആലപിച്ച സ്കൂൾ പ്രവേശനോത്സവ ഗാനം ശ്രദ്ധേയമാകുന്നു. രമേശൻ പെരിന്തട്ടയാണ് ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത്. മനുഷ്യസ്നേഹം, സാഹോദര്യം, സമത്വം എന്നിവ ഉൾപ്പെടുത്തിയാണ് വരികൾ രചിച്ചത്. സംഗീത സംവിധായകനും അധ്യാപകനും രാഗലയത്തിന്റെ ഡയറക്ടർ കൂടിയായ രമേശൻ പെരിന്തട്ടയാണ് ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതുപോലെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു പാട്ട് നമ്മൾ പ്രവേശനോത്സവ ഗാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മലയാള ഭാഷയിൽ നമുക്ക് പഠിക്കുന്ന കാക്ക, ഗാഖാങ്ങ ഇങ്ങനെ തുടങ്ങിയ അക്ഷരമാലകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാട്ട് രചിച്ചത്. മലയാളത്തിലെ അക്ഷരമാലകൾ വരികളിൽ കൂടുതൽ ഉൾപ്പെടുത്തിയെന്നതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചരിത്രത്തിലേക്ക് മറയാനൊരുങ്ങുന്ന ഒരു വിദ്യാലയം. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പാട്ടിയമ്മ AUP സ്കൂളിലാണ് തുടർച്ചയായി 2ാം വർഷവും 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും എത്താതിരുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിദ്യാലയം ഓർമ്മ മാത്രമാകും. ചരിത്രത്തിലേക്ക് മറയാനൊരുങ്ങി ഒരു വിദ്യാലയം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പാട്ടിയമ്മ AUP സ്കൂളാണ് ഈ ദുർവിധി ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ആരും ഇവിടെ 1ാം ക്ലാസ്സിൽ ചേരാൻ എത്താതിരുന്നത്. ഇത്തവണ തുടർച്ചയായി 2ാം വർഷവും 1ാം ക്ലാസ്സിൽ കുട്ടികളെ ആരും ചേർക്കാൻ എത്തിയില്ല. അധ്യാപകർ വഴിക്കണ്ണുമായി കാത്തിരുന്നത് വെറുതെയായി. നാട്ടിലെല്ലായിടത്തും വേണ്ട രീതിയിൽ പറഞ്ഞതാണത്രേ. ദേശീയപാത വികസനം വിദ്യാലയത്തെ നാട്ടുകാരിൽ നിന്നകറ്റി എന്നത് ഭാഗികമായി മാത്രം ശരിയാകാം. പ്രവർത്തിക്കാൻ നല്ലൊരു മനസ്സും ഒരു പൊതുവിദ്യാലയം നിലനിൽക്കണം എന്ന വാശിയുമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. 7 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വിദ്യാലയം ആരുടെയൊക്കെയോ വാശികൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിദ്യാലയം ഒരു ഓർമ്മ മാത്രമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പ്രസവാനുകൂല്യവും വിവാഹ ധനസഹായവും കുടിശ്ശിക സഹിതം എത്രയും വേഗത്തിൽ വിതരണം ചെയ്യണമെന്ന് തയ്യൽ തൊഴിലാളി ഫെഡറേഷൻ STU ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹിമാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് CH ടൗൺ ഹാളിൽ നടന്ന തയ്യൽ തൊഴിലാളി ഫെഡറേഷൻ STU ജില്ലാ സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലാളി സംഘടനയുടെ യഥാർത്ഥ കരുത്ത് വെളിപ്പെടുത്തുന്നത് എന്ന് നാം ഓർക്കണം. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായിക്കൊണ്ട് ഓരോ തൊഴിലാളികൾക്കും ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ അതാത് സമയങ്ങളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പല കാര്യങ്ങളിലും വിഷമം അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതാത് സമയങ്ങളിൽ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന നേതൃത്വവുമാണ് നമുക്ക് വേണ്ടത്. ഫെഡറേഷൻ പ്രസിഡന്റ് മുംതാസ് സമീറ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷറഫ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, ഫെഡറേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് B. ഫാത്തിമ ഇബ്രാഹിം, ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ IT, STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി, സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട, മോട്ടോർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഷംസീർ മണിയനൊടി, MV അഷറഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സാജിദ സഫറുള്ള എന്നിവർ പ്രസംഗിച്ചു. മുംതാസ് സമീറ മഞ്ചേശ്വരത്തെ പ്രസിഡന്റായും തൃക്കരിപ്പൂരിലെ ഷംസുദ്ദീൻ IT ജനറൽ സെക്രട്ടറിയായും സക്കീന ചെമ്മാടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്,
തൃക്കരിപ്പൂർ. കൗവായി 32-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കൗവായി ഗാന്ധിനഗർ പരിസരത്ത് വച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കൗവായി 32-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സി ബാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. എ വി സ്നേഹജൻ, രാഘവൻ കെ, ഗണേശൻ കെ, സുരേശൻ സി, എം വിജയൻ, പി ദാമോദരൻ, ശശി കെ പി, അർഷാദ് കൗവായി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കൃഷി മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കർഷക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യണമെങ്കിൽ ഭൂമിയുണ്ട്, പക്ഷേ അത് കൃഷി ചെയ്യാൻ കൃഷിക്കാരന് കിട്ടാത്തൊരു കാലം. ഭൂമി ഇഷ്ടം പോലെയുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. വിത്ത് വിരിച്ചെറിഞ്ഞാൽ ഇത് വലിയ വിളവ് തരുന്ന ഒരു കാലം. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന ക്യാമ്പയിനിൽ കരിവള്ളൂർ, പേരളം, രാമന്തളി, കുഞ്ഞിമംഗലം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 150ഓളം കർഷകർ പങ്കെടുത്തു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി സുബ്രഹ്മണ്യൻ, കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്ര ശാസ്ത്രജ്ഞ ഡോക്ടർ പാർവതി എന്നിവർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം കൃഷി ഓഫീസർ അമിത സിസിൽ, രാമന്തളി, കരിവള്ളൂർ കൃഷി ഓഫീസർ നമിത രഘുനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് 3 ലക്ഷത്തോളം കുട്ടികൾ. കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തിയത് ഏറെ ആവേശത്തോടെ. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ടി മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടൗണിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. വില്ലേജ് ഓഫീസ് പയ്യന്നൂർ അമ്പലം റോഡിലെ EV ഗീതാ മോഹന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 4.5 പവനോളം സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും മോഷണം പോയി. പിലാത്തറ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് M വിജൻ MLAയുടെ നേതൃത്വത്തിൽ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരും നിർമ്മാണ കരാറുകാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ തീരുമാനം. രാമന്തളി മാലിന്യവിരുദ്ധ സമര പോരാളികൾ ഒത്തുചേർന്നു. അക്കാദമിയിലെ പ്രധാന കവാടമായ പയ്യന്നൂർ ഗേറ്റിനു മുന്നിലെ സമരഭൂമിയിൽ സമരപോരാളികൾ ഒത്തുചേർന്ന് സമരാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വിജയം ആഘോഷിക്കുകയും ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.